സുന്നത്താണെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. എങ്കിലും തന്നിൽ നിന്നും മറ്റുള്ളവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ പഠിക്കുന്നത് വരെ ഉറക്കെ ചൊല്ലണം, പിന്നെ പതുക്കെ ചൊല്ലുകയും മതി. ഇമാം ഷാഫി പറയുന്നത്, ഇമാമുമാര് മഅ്മൂമുകളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതുവരെ അവർക്ക് ഉറക്കെ ചൊല്ലാം, പിന്നെ പതുക്കെ ചൊല്ലണം. അതുകൊണ്ട് മുജാഹിദുകളുടെ വകയല്ല, 920-കൾക്ക് ശേഷം കൊണ്ടുവന്നതല്ല, മറിച്ച് നമ്മളൊക്കെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളില് അയിമ്മത്തുകളായി മുസ്ലിം ലോകം ആദരിക്കുന്ന പണ്ഡിതനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഇബ്രാഹിം പുത്തൂർ ഫൈസി, മുജാഹിദല്ലല്ലോ, ഇബ്രാഹിം പുത്തൂർ ഫൈസിയുടെ സഹീഹുൽ ബുഖാരി വൽ മുസ്ലിം, ബുഖാരി മുസ്ലിമിന്റെ സംയുക്ത പരിഭാഷയുണ്ട്. ബയാനിയ ബുക്ക് സ്റ്റാളാണ് അത് അച്ചടിച്ചു വിട്ടിട്ടുള്ളത്. അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ആരാന്നറിയോ? ഒന്ന് KT മാനു മുസ്ലിയാർ, മറ്റൊന്ന് ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ, പിന്നൊന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇവരൊക്കെയാണ് സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത്. അതിലെ ഒരു ഹദീസ്, സുബഹിന്റെ ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കണം എന്ന് പറയുന്ന ഹദീസിൽ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ തൊട്ട് പറയുകയാണ്, കാലത്ത് മഹദി പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ല യുസല്ലി സുബ്ഹ, നബി സുബഹി നമസ്കരിക്കും, ഫതൻസരിഫുൻ നിസാഉ, ആ സമയത്ത് സ്ത്രീകൾ എഴുന്നേറ്റ് പോകും, മുതലഫിആതിൻ ബിമുറൂതിഹിന്ന, അവരുടെ പുതപ്പുകൾ പുതച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകും, മാ യുറഫുന മിനൽ വലസ്, ഇരുട്ട് കാരണം അവരെ തിരിച്ചറിയുമായിരുന്നില്ല. സുബഹി നമസ്കാരത്തിന് സ്ത്രീകൾ പിന്നിലില്ലെങ്കിൽ ഉടനെ എഴുന്നേൽക്കണം, സ്ത്രീകൾ ഉണ്ടെങ്കിലോ ആദ്യം സ്ത്രീകൾ എഴുന്നേറ്റ് പോകണം എന്ന് നേരത്തെ 10 കിതാബിൽ പറഞ്ഞ അതിന്റെ തെളിവായ ഹദീസിന്റെ അവസാനം ഇബ്രാഹിം പുത്തൂർ ഫൈസി ബ്രേക്കിൽ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. അത് അന്പുരുഷന്മാരെ തൊട്ട് സ്ത്രീകൾ മറഞ്ഞിരിക്കണമെന്ന വിധി ഉണ്ടാകുന്നതിന്റെ മുമ്പാണ്. അന്യ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് ഹിജാബ് സ്വീകരിക്കണം എന്നതിന്റെ മുമ്പാണ്. എന്തിനാ കൂട്ടരെ മുമ്പുള്ള പിന്നെടുത്തറിയണം? ആ നിയമം ഇസ്ലാം ദുർബലപ്പെടുത്തിയെങ്കിൽ എന്തിനാണ് ഹദീസ് ഗ്രന്ഥത്തിൽ അത് എടുത്തു പറഞ്ഞത്? ആ നിയമം ഇന്ന് നിലവിലില്ല എങ്കിൽ എന്തുകൊണ്ട് 10 കിതാബ് എഴുതിയ സയ്യിദി മഹദുവാണ് എന്ന് പറയപ്പെടുന്നു? ആ 10 കിതാബിൽ ഇല്ലം യകുൻ സമനിസാഉൻ എന്ന് എന്തുകൊണ്ട് എഴുതി? പണ്ടുള്ളൊരു കാര്യം എടുത്തു പറയാറുണ്ടോ? കള്ളു കുടിക്കും സമയത്ത് ബിസ്മി ചൊല്ലണമെന്ന് പറയാനില്ല, കാരണം ആദ്യം കള്ളു കുടിച്ചിരുന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹും അനസ് റളിയല്ലാഹു അൻഹും ഒക്കെ മദ്യശാപ്പിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. പിന്നീട് അത് എടുത്തു പറയാറില്ല. അതുപോലെ തന്നെ ആദ്യം നമ്മളൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ വില ഏതായിരുന്നു? ബൈത്ത് മുഖദ്ദസ് ആയിരുന്നു. ഇന്ന് ഗ്രന്ഥം രചിക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്ന് പറയുന്നൊരു വാചകമില്ല, കാരണം അത് ദുർബലപ്പെടും. എന്നതുപോലെ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്നു, പിന്നീട് നിർത്തൽ ചെയ്തു എന്നായിരുന്നെങ്കിൽ എന്തിനാണ് സഹോദരന്മാരെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇതെടുത്ത് പറഞ്ഞത്? അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവം ചായക്കടയിൽ ചായ കുടിച്ച് ഇറങ്ങിപ്പോകുന്നത് പോലെ എന്ന് പരിഹസിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ അത് ഞങ്ങൾ കൃത്യമായി കുറെ പറയുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞത്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഉസ്താദ് അവர்கள் പറഞ്ഞത്, അത് ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത് ഇബ്ലീസാണ്. എന്നിട്ട് ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു, റബ്ബിന്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തു. വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മലക്കുകളോട് ആവശ്യപ്പെട്ടപ്പോൾ മലക്കുകളെല്ലാം തന്നെ സുജൂദ് ചെയ്തു. മലക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് പറഞ്ഞത്രേ, സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്, ഞാൻ അത് ചെയ്യൂല. എവിടെന്നാണ് കിട്ടിയത്? മരിച്ചോടത്ത് ഓതുന്ന സമയത്തെങ്കിലും
പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ ഏതെങ്കിലും അതിന്റെ അർത്ഥമൊന്ന് ചിന്തിച്ചുകൂടെ? പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും തന്നെ സഹോദരന്മാരെ ഇബ്ലീസ് പറഞ്ഞിട്ടില്ല സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്, ആ സുജൂദ് ഞാൻ ആദമിന് സുജൂദ് ചെയ്യുകയില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദ് 38ാമത്തെ സൂറത്തായ സൂറത്ത് സ്വാദ്, ആ സൂറത്ത് സ്വാദ് എടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അബാ വസ്തക്ബറ, ഇബ്ലീസ് അഹങ്കാരം നടിച്ചു, ഇബ്ലീസ് അഹങ്കരിച്ചു, എന്നിട്ട് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. ഇബ്ലീസേ, എന്റെ കൈകൊണ്ട് ഞാൻ പടച്ചുണ്ടാക്കിയ, എന്റെ കൈകൊണ്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ആദമിന് സുജൂദ് ചെയ്യാൻ എന്താണ് നിന്നെ തടഞ്ഞത്? എന്തേ നീ സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം? ആദം എന്താ പറഞ്ഞത്? ഇബ്ലീസ് എന്താ പറഞ്ഞത്? പടച്ചോനെ, സുജൂദ് നിനക്ക് മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആദമിന് സുജൂദ് ചെയ്യുകയില്ല എന്നല്ല പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാല, ഇബ്ലീസ് പറയുകയാണ്, അന ഖൈറും മിൻഹു ഖലഖതനീ മിൻ നാർ വഖലഖതഹു മിൻ തീൻ. അന ഖൈറും മിൻഹു, ഞാൻ ആ മനുഷ്യനേക്കാൾ ഉത്തമനാണ്. ഖലഖതനീ മിൻ നാർ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണല്ലോ. വഖലഖതഹു മിൻ തീൻ, ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം അത്തരം തരം താഴ്ന്നവനല്ല. വേണമെങ്കിൽ ജിന്ന് വർഗത്തിൽപ്പെട്ട, അതല്ലെങ്കിൽ തീ കൊണ്ട് സൃഷ്ടിച്ച ഒരുത്തന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാം എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞത് ഈ ഒരു സംഭവമാണ്. പക്ഷേ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞത് വളരെ മോശമായി പോയി. ഇദ്ദേഹം മാത്രമല്ല, കേരളക്കരയിൽ ഈ കാര്യം പറഞ്ഞു നടക്കുന്ന, പുസ്തകം എഴുതിയിട്ടുള്ള വേറെയും പലരുമുണ്ട്. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പേരിലുള്ള ഒരു പുസ്തകം ഹാഷിം നഈമി എന്ന പേരിലുള്ള ഒരാൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ കാര്യം വിശദമായി പറയുന്നുണ്ട്. അതായത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ആരുടെ പ്രമേയം? ഇബ്ലീസിന്റെ പ്രമേയമാണ്. നഊദു ബില്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നെടുത്തോതിനാൽ നമുക്ക് കാണാം, ഖുൽ, പ്രവാചകരെ പറയൂ, പരിശുദ്ധ ഖുർആനിനെ പ്രമാണമായി അംഗീകരിക്കുന്ന മനുഷ്യരെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അദ്ഉ എന്നുള്ളടത്ത് ഇന്നമ എന്നുള്ളത് മുൻകടന്ന്, പള്ളി ദർസിൽ പഠിച്ചവരല്ലേ, ഇല്ലന്റെ ഹസുറ് താലിയില്, ഇന്നമന്റെ ഹസുറ് താലിക്ക് താലിയില് എന്ന് നമ്മളൊക്കെ ഓതി പഠിച്ചിട്ടില്ലേ? എന്താണ് ഇന്നമ വന്നാൽ? മാത്രം. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അതിലൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഈ മാത്രം എന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ മുജാഹിദുകളല്ല അതുണ്ടാക്കിയത്, അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. ഒരു കാലത്ത് ഖുർആൻ പരിഭാഷ പാടില്ല എന്നായിരുന്നല്ലോ. ഇതൊരു ഖുർആൻ പരിഭാഷയിലുള്ള ഫോട്ടോസ്റ്റാറ്റാണിത്. അതായത് അൽ ബയാനു ഫീ മആനിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ. സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ വലിയ ഖാദി, കോഴിക്കോട് വലിയ ഖാദിയായിരുന്ന ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷ. ആ പരിഭാഷയിൽ കാണാം, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. മാത്രം എന്നുള്ളത് പലരും ഒഴിവാക്കിയിട്ടുണ്ട്. മുസ്തഫൽ ഫൈസി ഖുർആനിന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്, അതിൽ മാത്രം കട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മാത്രം എന്നുള്ളത് അത് പദാർത്ഥത്തിലില്ല, യഥാർത്ഥത്തിൽ മാത്രമുണ്ട്. യഥാർത്ഥത്തിൽ മാത്രമുണ്ട്, പക്ഷെ യഥാർത്ഥം ഞാൻ പറയില്ല. യഥാർത്ഥത്തിൽ മാത്രം എന്നവിടെ ആയത്തിലുണ്ട്, പക്ഷെ ഞാൻ യഥാർത്ഥം പറയുകയില്ല എന്നാര് പറഞ്ഞു?
മുസ്തഫൽ ഫൈസി. എന്നാൽ ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയിൽ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്ത്. അതിന്റെ ശേഷം അദ്ദേഹം പറയുകയാണ്, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അല്ലാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ്. സഹായം തേടുക എന്നതുകൊണ്ട് ഉദ്ദേശം പ്രാർത്ഥനയാണ്. ആരാണ് മുസ്ലിയാരെ ഇത് പറയുന്നത്? ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ജനങ്ങളെ തെറ്റിച്ചുകൊണ്ട് ദീനിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഞങ്ങൾ ആളുകളുടെ മുന്നിൽ ഇത് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഇത് ജനങ്ങളോട് പറയും. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എന്റെ കയ്യിലുള്ളത് അൽ ഇർഫാദ് മാസിക, കോപ്പിയല്ല, അൽ ഇർഫാദ് മാസികയുടെ ഒറിജിനൽ പതിപ്പാണ്. അതിൽ പറയുകയാണ്, നമുക്ക് നബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. നമ്മൾ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണം. നഊദു ബില്ലാഹ്. നമ്മുടെ പ്രാർത്ഥനകൾ പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്നതിന് പകരം മുസ്ലിയാരെ നിങ്ങൾ പഠിപ്പിക്കണം, യാ റസൂലുള്ളാഹി ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് പറയുമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് ആരോടുള്ള പ്രാർത്ഥനയാണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുവാനാണോ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക ആരോടുള്ള പ്രാർത്ഥനയാണ്? പക്ഷേ ഇതിൽ പറയുന്നത് അൽ ഇർഫാദ് മാസിക അറബി ഗ്രന്ഥമൊന്നുമല്ല, പച്ച മലയാളത്തിലുള്ള ഈ പുസ്തകത്തിൽ പറയുന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. നമ്മൾ റസൂലുള്ളാഹിയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ കുറെ ദുരാചാരങ്ങൾ ലോകത്ത് എവിടെ നിന്ന് പ്രവാചകനെ വിളിച്ചാലും ഉത്തരം ലഭിക്കും. നബി തങ്ങൾക്ക് വരാനും കാണാനും ഉത്തരം നൽകുവാനും കഴിയുകയില്ലെന്ന വാദം റബ്ബിന്റെ കഴിവിനെ ചോദ്യം ചെയ്യലാണ്. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ റസൂലുള്ളാഹി ഇവിടെ വരും എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വരുമെന്ന് പറയുന്ന ഇത്രയും ഇബ്ലീസിന്റെ വാദം സഹോദരങ്ങളെ ലോകത്ത് മറ്റാരും പറഞ്ഞിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖബറ് കെട്ടിപ്പൊക്കുന്ന വിഷയവും അതുപോലെ തന്നെ ജിദ്ദയിൽ ഹവ്വാ ഉമ്മ ബീവിയുടെ ഖബറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വായിച്ച 10 കിതാബിൽ പോലും പറയുന്നത് ഖബറ് കെട്ടിപ്പൊക്കരുത്, പരത്തിയിടലാണ് ഖൈറ്. 10 കിതാബിന്റെ മലയാള പരിഭാഷയിൽ. അതുപോലെ തന്നെ മരിച്ചെടുത്ത് ഓതുന്നതും ദിക്റ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ചൊല്ലുന്നതും ഇതൊക്കെയും സുന്നി ഗ്രന്ഥങ്ങളിൽ തന്നെ അവർ ചെയ്യുന്നതിനെതിരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ ഒരായത്ത് മാത്രം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എന്റെ സുഹൃത്ത് ഷാഫി സബാഹി ഹുബ്ബുർ റസൂൽ എന്നുള്ള വിഷയം നമ്മോട് അവതരിപ്പിക്കും. അതിന്റെ മുമ്പായി ഈ ആയത്ത് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا.
വമൻ യുശാക്കിക്കിർ റസൂല, ആരെങ്കിലും റസൂലിനോട് മാത്സര്യം കാണിച്ചാൽ, ആരെങ്കിലും റസൂലിനോട് എതിർ പ്രവർത്തിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, എന്താണ് സത്യമാർഗം, സത്യം എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞതിന്റെ ശേഷവും റസൂലുള്ളയോട് എതിർ പ്രവർത്തിക്കുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തിലൂടെ ജീവിക്കുകയും ചെയ്താൽ, ആരാണ് മുഅ്മിനുകൾ? ഞാനും നിങ്ങളും മുഅ്മിനുകളാണ് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അള്ളാഹു നമ്മെ അത്തരത്തിലുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ഉറപ്പില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്നിങ്ങനെ 10 ആളെ എണ്ണി പറഞ്ഞു. അതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ, ആ സ്വഹാബികളൊക്കെ മുഅ്മിനുകളാണ് എന്നതിൽ ഉറപ്പ് യാതൊരു സംശയവും വേണ്ട, നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നത് നുവല്ലിഹി മാ തവല്ല, നുവല്ലിഹി, നാം അവരെ തിരിച്ചുവിടും, മാ തവല്ല, അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ തന്നെ നാം അവരെ തിരിച്ചുവിടും. തൊളിക്കുന്ന വഴിക്ക് നടക്കുന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തൊളിക്കും. നുവല്ലിഹി മാ തവല്ല, അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ നാം അവരെ നയിക്കും. എന്നിട്ട് വനുസ്ലിഹി ജഹന്നം, ശേഷം അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ച് കരിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറാ, അതെത്ര മോശപ്പെട്ടൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് മാത്രമാണ് ഹക്ക്. ആ ഹക്കിന്റെ മാർഗത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൈയൊഴിക്കുവാനുള്ള സന്മനസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ റാഹിമൽ മസാകീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അമറനാ ബിൽ ഇത്തിബാഅ വനഹാനാ അനിൽ ഇബ്തിദാഅ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ وأشهد أن محمدا عبده ورسوله النبي المختار وعلى آله وأصحابه البررة الأطهار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا والمشركون قد باعوا علينا. ഏറ്റവും ബഹുമാനനായ അധ്യക്ഷൻ സലീം ബുസ്താനി ഇവിടെ തർക്കവിഷയങ്ങളിലെ ആധികാരിക പ്രമാണങ്ങളുടെ മാനദണ്ഡത്തിൽ വിശദീകരണം നൽകിയ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് സല്ലമി വാറഞ്ചേരി, മറ്റു ബഹുമാന്യരായ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി വ്യത്യസ്ത ചിന്താധാരകളോടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പിള്ളക്കാടുള്ള ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹുബ്ബുർ റസൂൽ അഥവാ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടുന്നതിന്റെ ആവശ്യകത അള്ളാഹുവിന്റെ പ്രമാണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ ധാരാളക്കണക്കിന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചവർ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന്റെ പുറത്ത് വ്യത്യസ്തമായ കോണുകളിൽ ഈ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കിയ പലരും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. 100ഓളം വരുന്ന നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ മൈക്കിൾ ലച്ചാട്ട്, ദി 100 ബൈ മൈക്കിൾ ലച്ചാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 100ഓളം വരുന്ന നവോത്ഥാന നായകന്മാരിലെ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതൊരിക്കലും ആൽഫബറ്റിക് ഓർഡറിലല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ആ പ്രവാചകന്റെ അതുല്യമായ വ്യക്തിത്വത്തെ പോലും എടുത്തു ധരിച്ചുകൊണ്ട് ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ആധികാരികമായി ആ പ്രവാചകൻ അത്രമാത്രം സ്ഥാനം കൊടുക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അതിന്റെ 49ാമത്തെ പേജിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്തരയുടെ പടുകുഴിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തിനെ നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം ആ സമൂഹത്തെ പരിവർത്തിച്ചതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സ്ഥാനം ലഭിക്കാനുള്ള കാരണമെന്ന വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ നിലക്കും നോക്ക്, ഹൈന്ദവ സമൂഹത്തിലൂടെ തന്നെ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കൃഷ്ണദൈവായ വേദവ്യാസൻ തന്റെ ഭവിഷ്യത് പുരാണത്തിലൂടെ മഹാനായ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, സമുന്നിത മഹാമതവിഖ്യാത ശിഷ്യശാഖ സമുന്നിത. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു പ്രവാചകൻ കടന്നു വരും. അദ്ദേഹം മുഹമ്മദ് എന്ന് ഖ്യാതി നേടും. തന്റെ ശിഷ്യന്മാരോടുകൂടെയാണ് കടന്നു വരിക എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മഹചരിതമാലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ല വിവാഹം നടത്തിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും അവിടുത്തെ മകൾ ഫാത്തിമയുടെ വിവാഹം എന്ന് പോലും രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രവാചകന് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം ഏതാണ്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട രീതി എങ്ങനെയാണ്? ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു തെറ്റിദ്ധാരണയുടെ മുൾമുനയിൽ നിൽക്കുന്ന ആളുകളോട് നമുക്ക് പറയാറുള്ളത്, മുജാഹിദുകൾ പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതാണ്: ആ പ്രവാചകനെ സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പോലും, ഒരു മുസ്ലിം സംഘടനകൾ പോലും നമുക്കിടയിൽ ഇല്ല എന്നുള്ളതാണ്. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടുന്നതിന്റെ ആവശ്യകത അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ കാണാലോ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളല്ല, നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല. ഹത്താ, ഇതുവരെയും അറിയുമോ, അകൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ളവനായി തീരുന്നത് വരെ, മിൻ വാലിദിഹി വവലദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് ആരോടാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. മാത്രമല്ല, ഒരാളിൽ 3 കാര്യമുണ്ടായാൽ അവനതുകൊണ്ട് ഈമാനിന്റെ മധുരം അനുഭവിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിലിതാ ഒന്നാമതായി അവിടുന്ന് പറഞ്ഞില്ലേ, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തുള്ള മറ്റുള്ള ഏതിനേക്കാളും ഒരു മനുഷ്യന് ഇഷ്ടമുണ്ടാകേണ്ടത് ആരാടാ? അള്ളാഹുവിനോടാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണമെന്നാണ്. ലോകത്തുള്ള മറ്റുള്ള ഏതിനേക്കാളും ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടും അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമാണ്. വിശുദ്ധ ഖുർആൻ 9-ാമത്തെ സൂറത്ത് തൗബ 24-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലയോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കാനുള്ളത് ആരോടാ? ആരോടാ പ്രിയമുള്ളവരെ? റസൂലുള്ളാഹിനോടാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മക്കളോട് ഇഷ്ടം വെക്കുന്ന പോലെയല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കളോടുള്ള സ്നേഹം പോലെയല്ല, നമ്മുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ കാണിക്കുന്ന സ്നേഹം പോലെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തിന് താഴെയാണ് ലോകത്തുള്ള മറ്റുള്ള ഏതിനോടും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് സ്നേഹമുണ്ടാകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ പറയാ, ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് നിങ്ങളുടെ ശരീരത്തെക്കാളുപരി നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, അത്താണിയേകാനും അവലംബമേകാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാളും, കണ്ണിനാനന്ദം നൽകുന്ന തരുണീമണികളായ മക്കളെക്കാളും, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവട സാമ്രാജ്യങ്ങളെക്കാളും, മനസ്സിന് സമാധാനം കണ്ടെത്തുന്ന നിങ്ങളുടെ ഭവനങ്ങളെക്കാളും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണേ എന്ന് വിശുദ്ധ ഖുർആൻ. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് കടന്നു വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അത് വിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂലിനോടുമാണ്. അത് എത്രത്തോളം അറിയോ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ലോകത്തെനിക്ക് ഈ ഉമർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടാണെന്നറിയോ? അത് അങ്ങയോടാണ് നബിയേ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോരോ ഉമറേ, അത് പോരോ ഉമറേ, നിന്നെക്കാളുപരി നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്ന് പറയുമ്പോ അവിടുന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്നെക്കാളും ഉപരി ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ് റസൂലേ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി പറയാ. പ്രിയമുള്ളവരെ, അത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണമെന്നാണ്. ഇതിലൊരു സംശയവും വേണ്ട. ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാം? അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ്. നോക്ക്, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നടത്തിയ കൽപ്പനകളിലൂടെ കടന്നു പോകുമ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 59-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞില്ലയോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ നിരുപാധികം അനുസരിക്കണേ, അല്ലാഹുവിനെ നിരുപാധികം അനുസരിക്കണേ. വഅത്തിഉർ റസൂൽ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിരുപാധികം അനുസരിച്ചോ. അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക എന്ന് പറയാൻ ഖുർആൻ ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി, അത്തിഉല്ലാഹ വറസൂൽ എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? പക്ഷെ ഖുർആൻ പറഞ്ഞു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അല്ലാഹു തആല പറഞ്ഞു അതുപോലെ സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു വിഷയം അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള ചിന്തയല്ല, അത് റസൂലുള്ളാഹിയാണോ പറഞ്ഞത് എങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുക. അത് വാത്തി ഒന്ന് ചേർത്തിട്ടല്ല പറഞ്ഞത്, ഉലിൽ അംരി മിൻകും, അവർ ഖുർആനിനും ഹദീസിനും അനുസരിച്ചിട്ടാണെങ്കിൽ ആ നേതാക്കന്മാരെ നിങ്ങൾക്ക് പിന്തുടരാം. എന്നിട്ടോ ഖുർആൻ പറയുന്നു, തർക്കമുടലെടുത്താൽ فإن تنازعتم في شيء فردوه إلى الله والرسول. ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുടലെടുക്കുകയാണോ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുക്കുകയാണോ, ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അതിനെ അല്ലാഹുവിലേക്ക് മടക്കിക്കോ, അവിടുത്തെ പ്രവാചകനിലേക്ക് നിങ്ങൾ മടക്കിക്കോ. ഒരു കാര്യത്തിൽ തർക്കണ്ടായ നേതാക്കന്മാരെന്ന് പറയുന്നു അവിടെ നിൽക്കണമെന്നല്ല, ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അവിടുത്തെ റസൂലിലേക്കും മടങ്ങുക. ഖുർആനും ഹദീസും സ്വീകരിക്കാം. നോക്ക്, ആ റസൂലുള്ളാഹിനെ അനുസരിക്കേണ്ട ആവശ്യകത പറയാൻ എത്രത്തോളം ഖുർആൻ പറഞ്ഞു എന്നറിയോ? ആര് അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചു പോയോ അവൻ അല്ലാഹനെ അനുസരിച്ചിരിക്കുന്നു. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു പോയാ അവൻ അല്ലാഹനെ അനുസരിച്ചിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ അത് അല്ലാഹുവിനെ അനുസരിക്കലാണ്. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെന്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതത്തിലൂടെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു പോയാ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിച്ചോ. എന്നാൽ ഇതാ അനുസരിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനമായ വശങ്ങളുണ്ടല്ലോ. സ്വഹീഹ് മുസ്ലിമിലൂടെ കടന്നു പോകുമ്പോ കാണാലോ, 864 അടക്കമുള്ള ഹദീസുകളിലൂടെ കാണാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇതാ പ്രവാചകൻ ഖുത്ബ നടത്തുന്ന രംഗങ്ങളിലൂടെ വഹ്മറത്ത് ഐനാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകൾ എങ്ങനെ ചുവന്നു തുടിക്കാറുണ്ട്. വഅലാ സൗതഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദമുയരാറുണ്ട്. കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യത്തോട് തന്റെ സൈന്യാധിപൻ താക്കീത് കൊടുക്കുന്ന പോലെ വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശബ്ദമുയരുമാറ് റസൂലുള്ള താക്കീത് കൊടുക്കാറുള്ള വിഷയമേതാ? മതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഈ മതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ മുന്നറിയിപ്പ് അത്രയും ഗൗരവത്തോടുകൂടെ പറഞ്ഞപ്പോ
ആ പ്രവാചകനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായോ? ഒന്നല്ലല്ലോ പ്രിയമുള്ളവരെ, അനവധി നിരവധി ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞില്ലയോ? എത്രയോ ഹദീസുകളോടെ കാണാ, വിശുദ്ധ പ്രവാചകന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാലോ. ആ ബിദ്അത്തുകളുടെ ഗൗരവങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, കുല്ലു ബിദ്അത്തിൻ ദലാലാ, പുതുതായി മതത്തിലേക്ക് കടന്നു വരുന്ന ഏതേത് കാര്യമുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചത് തന്നെയാ. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴിപിഴച്ചതും നരകത്തിനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പുതുതായി മതത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമില്ലാത്ത, അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇതാ ഈ മതത്തിൽ ആരെല്ലാം ഏതെല്ലാം ആചാരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടോ, പ്രമാണങ്ങളുടെ പിന്തുണയില്ലാത്ത ഏതെങ്കിലും ഒരു ആചാരത്തെ ആരെങ്കിലും കൊണ്ടുവന്ന അത് മുഴുവനും വഴിപിഴച്ചത് തന്നെയാ. അത് മുഴുവനും മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോ, അപ്പൊ നമ്മുടെ ആളുകളുടെ ചില ധാരണ എന്താ പറയുക, നല്ലതല്ലേ എന്ന് കരുതിയിട്ടാവാലോ അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 30 കൊല്ലം മുമ്പ് നമ്മുടെ പിള്ളക്കാട് മഹല്ലിൽ ഉണ്ടാകാതിരുന്ന എന്തൊക്കെ പുതിയ ആചാര 30 കൊല്ലത്തിന് ശേഷം ഉണ്ടായത്. അങ്ങനല്ലേ? ഒരു ഖത്തീബ് ചാർജ് എടുത്ത അയാൾക്ക് തോന്നുന്നതൊക്കെ ആ മഹല്ലിന്റെ ആചാരാണ്. ആ ഖത്തീബ് അവിടെ നിന്ന് മാറി അടുത്ത ഖത്തീബ് വരുന്നാൽ ഉടനെ അയാൾക്ക് തോന്നുന്നതാണ് അവിടുത്തെ ആചാരം. അങ്ങനെ ഓരോരുത്തർ ചിലയിടത്ത് ഇശായിന് ശേഷം ഒരു കുത്തുബിയത്ത് വേണം, മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഒന്നും വേണം, സുബൈന്റെ മുമ്പ് ഒരു ഹത്താദ് വേണം. അങ്ങനെയൊക്കെ പല പല ആചാരം ഓരോ ഖത്തീബ്മാർക്ക് വരുന്നതിനനുസരിച്ച. പക്ഷെ അതൊന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അപ്പൊ നമ്മളൊക്കെ തോന്നുന്നത് എന്തപ്പോ ഇതിലൊക്കെ പ്രശ്നം, നമ്മളിപ്പോ മൗലൂദിൽ കുറെ പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നില്ലേ, മദഹല്ലേ, നല്ല കാര്യമില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാൽ ഇനി നല്ലതാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ അധികാരം ഉണ്ടാവും. ഈ ഒരാള് പറയാ, ഞാൻ ഇനി മുതൽ ഇശാ നമസ്കാരം 5 റക്അത്ത് നമസ്കരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ നമ്മൾ പറയും, പൊന്നു സഹോദര, അള്ളാന്റെ പ്രവാചകൻ നിനക്ക് പറഞ്ഞു തന്നത് എത്രയാ? 4 റക്അത്തല്ലേ, 4 റക്അത്തല്ലേ, പിന്നെ നീ എന്തിനാ 5 നമസ്കരിക്കുന്നത്? അപ്പൊ അവൻ ചോദിക്കുക, ഞാൻ ഫാത്തിഹ ഓതിയതാ തെറ്റ്? ഫാത്തിഹ നല്ല കാര്യല്ലേ? ഖുർആൻ എന്നൊരു അക്ഷരം ഓതിയ 10 നന്മ കിട്ടൂലേ? ഞാൻ 2 സുജൂദ് ചെയ്തതാണോ തെറ്റ്? ഒരടിമക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ സന്ദർഭമല്ലേ? തസ്ബീഹും തഹ്ലീലും തക്ബീറൊക്കെ ഞാൻ ചൊല്ലിയതാണോ തെറ്റ്? പിന്നെ എന്താ ഇവിടെ തെറ്റ്? അള്ളാന്റെ റസൂൽ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ് തെറ്റ്. റസൂൽ 4 പറഞ്ഞോ, 4 നിന്നോളണം, 5ലേക്ക് കടക്കാൻ പറ്റൂല. മനസ്സിലായല്ലോ? അപ്പൊ നല്ലതല്ലേ എന്ന് കരുതി നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നോക്ക്, പകല് നോമ്പെടുക്കൽ നല്ല കാര്യമാണ്. പക്ഷെ എല്ലാ പകലും ഒരാൾ നോമ്പെടുത്താലോ അള്ളാന്റെ റസൂല് വിലക്കിയതാണ്. രാത്രി നിസ്കാരം നല്ല കാര്യമാണ്. രാത്രി മുഴുവൻ ഒരാൾ നിസ്കരിച്ചാലോ, വിശിഷ്യ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അത് വിലക്കിയതാണ്. തെളിവാണോ? സ്വഹീഹ് ബുഖാരി 924 ഹദീസിൽ കാണാം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സൽമാൻ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുക. അബൂ ദർദായിനെ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള സൽമാൻ അവിടുന്ന് ഇതാ അബൂ ദർദായിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടുന്ന് അബൂ ദർദാഹിന്റെ ഭാര്യ ഉമ്മു ദർദാ പറയുന്നു, സൽമാൻ, നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ അബൂ ദർദാ വെറും ഇബാദത്തിലൂടെ മുഴുകുകയാ. അവിടുന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ പറയുന്ന, അബൂ ദർദാ, നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നോമ്പുകാരനാ, പക്ഷേ നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിക്കുകയാണ്. നിന്റെ വൈകുന്നേര സമയം ഇങ്ങ് കടന്നു വന്നപ്പോ നേരെ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് സൽമാൻ പറയുന്നു, അബൂ ദർദാ, നിന്റെ റബ്ബിനോട് നിനക്ക് ഹക്കുള്ളതുപോലെ നിന്റെ കുടുംബത്തോടും നിനക്ക് ഹക്കുണ്ട് അബൂ ദർദാ. അതുകൊണ്ട് നിന്റെ കുടുംബത്തോടുകൂടെ നീ കിടന്നുറങ്ങണമെന്നാണ്.
ആ രാത്രിയുടെ അവസാന സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കുകയാണ്. എന്നാലും നിന്റെ ഫജറിങ് കടന്നു വന്നപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു ഇതാ നേരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിയിട്ട് അവിടുന്ന് പ്രവാചകനോട് പറയുന്നു, നബിയേ, എത്രയോ നാളുകളായി ഒരു പകല് പോലും മുടങ്ങാതെ ഞാൻ നോമ്പെടുത്തിരുന്ന വ്യക്തിയാ. പക്ഷേ ഇതാ എന്റെ സൽമാൻ ഇന്നലെ അത് മുറപ്പിച്ചു നബിയേ. ഒരുപാട് രാത്രികളിൽ മുഴുവനും ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നിന്ന് നമസ്കരിച്ചിരുന്നവനാണ്. അതും എന്റെ സൽമാന് മുടക്കി നബിയേ. ഇന്ന കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തടഞ്ഞത് എന്ന് പറയുമ്പോ എല്ലാം വ്യക്തമായി കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? സ്വദഖ സൽമാൻ, സ്വദഖ സൽമാൻ. അബൂദർദായ സൽമാനാണ് ഹക്ക് പറഞ്ഞിരിക്കുന്നതോ, സൽമാനാണ് സത്യം പ്രവർത്തിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് നല്ല കാര്യമല്ലേ, നമസ്കാരം നല്ല കാര്യമല്ലേ? പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പരിധി വിട്ട് പോകണ്ട, റസൂലുള്ളാഹിന്റെ പരിധി കടന്നു പോകല്ല. അതുപോലെ കൃത്യമായി പറയാം. നല്ലതല്ലേ എന്ന് കരുതി ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, പ്രവർത്തനങ്ങൾ പഴച്ചുപോയ ആളുകൾ എന്താ അവരുടെ പ്രത്യേകത? അവർ പ്രവർത്തിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. 18-ാം 104-ാമത്തെ ആയത്ത്. നല്ലതല്ലേ ചെയ്യുന്നത് എന്ന് കരുതിയിട്ടാണ് അവർ പ്രവർത്തിക്കുക. മനുഷ്യന് പറ്റിയ അബദ്ധത. അപ്പൊ നല്ലതല്ലേ എന്ന് കരുതി മതത്തിൽ നമുക്കൊരു ആചാരം കൊണ്ടുവരണ്ട. റസൂലുള്ളാഹി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, പുതുതായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എത്രത്തോളം ചെറിയൊരു കാര്യത്തിൽ പോലും റസൂലുള്ളാഹിന്റെ വാക്കുണ്ടെങ്കിൽ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ? അവിടുത്തെ സഹാബത്തിന്റെ ജീവിതത്തിൽ കാണാലോ. ഉഹദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ടാ ജുബൈർ ഇബ്നു മുതഇമിന്റെ അടിമയാകുന്ന പക്ഷി ഒളിഞ്ഞു നിന്നുകൊണ്ട് ചാട്ടുളി പ്രയോഗത്താൽ അടിപ്പള്ളയിലേക്ക് ചാട്ടുളി എറിഞ്ഞുകൊണ്ട് വാർന്നൊലിക്കുന്ന രക്തമായി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു പിടഞ്ഞു മരിക്കുമ്പോ എന്തെന്ന് പറയുന്ന സ്ത്രീ വന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം പോലും പിടർന്നുകൊണ്ട് അവിടുത്തെ കരള ചവച്ചു തുപ്പിയതായ രംഗം അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചില്ലേ? അവിടുന്ന് പറഞ്ഞില്ല, സയ്യിദി ശുഹദാ യാ ഹംസ, ശുഹദാക്കളുടെ നേതാവാണ് ഹംസ എന്ന് അഭിസംബോധനം ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, ചരിത്രങ്ങളിലൂടെ തുറന്നു കാണാലോ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കാണാ. അവിടുത്തെ സഹോദരിയാകുന്ന സഫിയ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ അവരുടെ മകനാകുന്ന സുബൈർ ഇബ്നു അവ്വാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മോനെ സുബൈറേ, ഉമ്മാക്ക് ഹംസയുടെ ജനാസ കാണിച്ചു കൊടുക്കണ്ട മോനെ. ഓടിക്കൊണ്ടുവരുന്ന സഫിയ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വിലങ്ങുതടിയായി മകൻ സുബൈർ നിന്നുകൊണ്ട് പറയുന്നു, ഉമ്മ അങ്ങോട്ട് പോകല്ലോ ഉമ്മ. ആ മാതാവ് പറയുന്നു, മോനെ ഒരു നോക്ക് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു പോയിക്കൊള്ളാമെന്ന് പറയുമ്പോ അപ്പോഴും ആ മകൻ പറയുന്നു, വേണ്ട ഉമ്മ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ അവസ്ഥയല്ല എന്ന് പറയുമ്പോ ആ മാതാവ് പറയുന്നു, മോനെ എനിക്കറിയാ, എന്റെ ഹംസയുടെ നെഞ്ച് പിളർന്നിട്ടുണ്ട്, കരട് ചവച്ചു തുപ്പിയിട്ടുണ്ട്, കണ്ണ് ചൂന്നെടുക്കപ്പെട്ടിട്ടുണ്ട്, കാത് മുറിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്, മോനെ ഒരു നോക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറയുമ്പോ അപ്പോഴും ആ മകൻ പറയുന്നു, വേണ്ട ഉമ്മ, അങ്ങോട്ട് പോകല്ലോ ഉമ്മ. ഒരു മകനെ തടുക്കാനുള്ള പരിധിയും കഴിയുമ്പോ തന്റെ മകന്റെ കൈയും തട്ടി മാറ്റിക്കൊണ്ട് കൊടുങ്കാറ്റ് കണക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സഫിയ റളിയല്ലാഹു അൻഹയോട് പിന്നിൽ നിന്ന് മകൻ വിളിച്ചു പറയുന്നു, ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട എന്ന് പറഞ്ഞപ്പോ കൊടുങ്കാറ്റ് കണക്ക് ഓടിയിരുന്ന സഫിയ റളിയല്ലാഹു അൻഹ ആണിതറച്ച പോലെ നിന്നുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്, മോനെ സുബൈറേ, അല്ലാഹുവിന്റെ പ്രവാചകനോടൊന്ന് അനുവാദം ചോദിക്കുമോ മോനെ? ഈ ഉമ്മാക്കൊരു നോക്കുന്ന കാണാ, ഉമ്മാക്കൊരു നോക്കുന്ന